വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് പോയി ഷവർമയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ടേസ്റ്റ് തന്നെ നമുക്ക് ഷവർമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ എഗ് ഷവർമയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടി ആ ബെൽബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ ഞാൻ പുതുതായിട്ടിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ റെസിപ്പി നോക്കിയാലോ. ആദ്യം നമുക്ക് കുബൂസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 250 ml കപ്പാണ്. നമുക്കിത് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ മൈദ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്താൽ മതിയാവും. നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇവിടെ നമ്മളൊരു 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഒത്തിരി ചൂടാവണ്ട. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര. ഇതൊരു 1/4 ടീസ്പൂൺ എണ്ണയുണ്ട്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന കുബൂസ് ഒന്ന് സോഫ്റ്റായി ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളയപ്പത്തിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ മാവിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്കൊന്ന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ആദ്യമേ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ലൂസായി പോവും. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എത്രമാത്രം നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും കുബൂസ്. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇതുപോലെ അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അടിയിലും കൂടി എണ്ണ തേച്ച് കൊടുക്കണം. മൈദ ആയതുകൊണ്ട് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. നമുക്ക് ഈ മാവ് 1 മണിക്കൂർ ഒരു നനഞ്ഞ തുണി വെച്ചൊന്ന് കവർ ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റിൻ്റെ അളവും നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷനും അനുസരിച്ചാണ് ഈ മാവ് പൊങ്ങി വരുന്നത്. നല്ല തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുറച്ചേറെ സമയം എടുക്കും. ഇതിപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ മൈദയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ മാവ് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രമാത്രം കുബൂസിന് വലുപ്പം വേണം അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കെല്ലാം നന്നായിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം.
ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുബൂസ് നല്ലൊരു ഷേപ്പിന് കിട്ടും. നമ്മൾ ചൂടാക്കി എടുക്കുമ്പം പൊട്ടിപ്പോയതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമുക്കൊരു നനഞ്ഞ തുണി ഇടണം, അല്ലെങ്കിൽ ഇതൊന്നും പെട്ടെന്ന് കട്ടിയായി പോവും. എന്നിട്ട് ഓരോന്നും നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നവരൊന്ന് പരത്തിയെടുക്കാം, കുറച്ച് കട്ടിയോടെ. ഇനി നമുക്കിതൊരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുബൂസിന് വേണ്ടി മാവൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ മാവ് എടുത്തൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി നൈസായി പോവണ്ട. ഇപ്പോൾ എല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് നനഞ്ഞ തുണി ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കുബൂസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബബിൾ വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ കുബൂസ് പൊങ്ങി വരും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഒരുപാട് അങ്ങ് അമക്കി കൊടുക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് എല്ലാ കുബൂസും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു ബൗളിലോട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ തക്കാളിയും ക്യാരറ്റും സവോളയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ എഗ് ഷവർമ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. ഒരു 4 മുട്ട നമ്മളൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് മയണൈസും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം മയണൈസ് ഇഷ്ടമാണോ അത്രയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയണൈസാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചീസ് ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് റോൾ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കുബൂസ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ലെയറായിട്ടാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ള ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ കുബൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം കുബൂസ് 2 സൈഡിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് എല്ലാ ഷവർമയും റെഡിയാക്കിയെടുക്കാം. ചിക്കൻ ഷവർമയൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഒരു തവണയെങ്കിലും എഗ് ഷവർമ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് മറക്കാതെ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബി സേഫ് ആൻഡ് ബി ഹാപ്പി. ബൈ.